നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. നമ്മളിപ്പോൾ വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറയിലേക്കും അവിടെ നിന്ന് വാൽപ്പാറയിലേക്കുമുള്ള ഒരു യാത്രയിലാണ്. വാഴച്ചാലിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്ററോളം ഉണ്ട് മലക്കപ്പാറയിലെത്താനായിട്ട്. വാഴച്ചാൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ കൂടിയുള്ള കാട്ടുപാതയിൽ കൂടിയുള്ള യാത്രയിലാണ്. ഈ വാഴച്ചാൽ വനമേഖലയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. വളരെ അപൂർവ ഇനം വൃക്ഷങ്ങളും അതുപോലെ തന്നെ അപൂർവ ഇനം പക്ഷിമൃഗാദികളും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ വാഴച്ചാൽ വനമേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇവിടെ ആദിവാസി ഊരുകളുടെ ഒരു സാമീപ്യമാണ്. ഏകദേശം 1500ഓളം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ വാഴച്ചാൽ വനമേഖലയിൽ അധിവസിക്കുന്നുണ്ട്. പ്രധാനമായും 2 ഊരുകളാണ് ഈ വാഴച്ചാൽ വനമേഖലയിലുള്ളത്. ഒന്ന് മുക്കുമ്പുഴ ട്രൈബൽ കോളനിയും മറ്റൊന്ന് വച്ചുമരം ട്രൈബൽ കോളനിയും. ഈ 2 കോളനികളിലും ഈ വാഴച്ചാൽ വനമേഖലയിലാണ്. അവിടെയൊക്കെ പിന്നിട്ട് നമ്മളിപ്പോൾ പെരിങ്ങൽകുത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പെരിങ്ങൽകുത്ത് ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷനാണ്. ഏകദേശം 76 മെഗാവാട്ട് ശേഷിയുള്ളൊരു പവർ സ്റ്റേഷനാണ് പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം ഇവിടെ വൈദ്യുത ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുകയും അങ്ങനെ 76 മെഗാവാട്ട് ശേഷിയുള്ളൊരു വൈദ്യുത നിലയം ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ അവിടെയുള്ള എൻട്രൻസിലാണ്. ഇവിടെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ചാലക്കുടി പുഴയാറിൽ തന്നെയാണ് ഈ പെരിങ്ങൽകുത്ത് ഡാമും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വീണ്ടും മലക്കപ്പാറയിലേക്കുള്ള യാത്ര തുടരുകയാണ്. വനപാതയിൽ കൂടിയുള്ള യാത്രയാണ്. നല്ല റോഡാണ്, പക്ഷേങ്കിൽ ഇവിടെ ഇറങ്ങി നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുകയില്ല. അവിടെ അത് റെസ്ട്രിക്റ്റഡ് ആണ്. കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളത് കാരണം നമുക്കവിടെ ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണാൻ അധികൃതർ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിലിരുന്നു കൊണ്ട് കാഴ്ചകൾ പരമാവധി കണ്ട് മുൻപോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ മലക്കപ്പാറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മലക്കപ്പാറ അത്ര വലിയൊരു സിറ്റിയൊന്നുമല്ല, ചെറിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ച് കടകളും ചെറിയ 2-3 ഹോട്ടലുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ഒരു വാൽപ്പാറയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു ചെറിയ ടൗണ് എന്ന് വിശേഷിപ്പിക്കാം. വലിയ ആൾതാമസമോ വലിയ തിരക്കുകളോ ഒന്നും ഇല്ലാത്തൊരു ചെറിയ പട്ടണമാണ്. ഇവിടെ 1-2 ചെറിയ സ്ഥാപനങ്ങളുണ്ട്. ഒരു ആശുപത്രി ഉണ്ട്, അതുപോലെ ഗവൺമെൻറ് ആശുപത്രിയാണ്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അങ്ങനെ ഏതാനും ചില സ്ഥാപനങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് കടകൾ. ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് മുൻപോട്ടുള്ള യാത്ര തുടരുന്നത്. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഇറങ്ങുകയും ഇവിടെ ഉള്ള കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല അനുയോജ്യമായൊരു സ്ഥലമാണ്. നല്ല കാലാവസ്ഥയാണ്. മഞ്ഞ് വീഴ്ചയുണ്ട് ഇടയ്ക്ക്. നല്ല കുളിർമയുള്ള ഒരു അന്തരീക്ഷമാണ്. എപ്പോഴും തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ പൊതുവെ. പകലായാലും രാത്രിയായാലും. രാത്രിയിൽ തണുപ്പ് വളരെ കൂടുതലായിരിക്കാം. പകൽ സമയത്തും അതുപോലെ തന്നെ വളരെ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും മുൻപോട്ടുള്ള യാത്ര തുടരുകയാണ്. യാത്ര വീണ്ടും മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ ഇവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അവിടെ പിന്നിട്ട് വളരെ റോഡിന് ഇരുവശവും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് റോഡിൻ്റെ ഇരുവശവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രാമീണ സൗന്ദര്യം നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വലിയ ബഹളങ്ങളോ ആൾത്തിരക്കുകളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ സുന്ദരമായൊരു കാലാവസ്ഥയും സുന്ദരമായൊരു പ്രകൃതിയുമൊക്കെ. നമ്മളൊരു ഹിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നതിൻ്റെ ആ എല്ലാ സൗന്ദര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് മലക്കപ്പാറ എന്ന് പറയുന്നത്. മലക്കപ്പാറയിൽ നിന്നുള്ള യാത്ര നമ്മൾ തുടർന്ന് പിന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലക്കപ്പാറ മുതൽ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങൾ ഇവിടെ നിന്നും തുടങ്ങുകയാണ്. വാൽപ്പാറയിലെത്തുമ്പോഴേക്കും വലിയ തോട്ടങ്ങളും വലിയ ടീ എസ്റ്റേറ്റുകളും ഒക്കെയാണ്. അപ്പം അത് മലക്കപ്പാറയിൽ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്. മലക്കപ്പാറ നല്ല തേയിലത്തോട്ടങ്ങളുടെ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ടാറ്റയുടെ അധീനതയിലുള്ള വലിയൊരു ടീ എസ്റ്റേറ്റും ഈ മലക്കപ്പാറയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പിന്നിട്ട് വീണ്ടും യാത്ര മുൻപോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഷോളയാറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഷോളയാർ ഡാമിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. റോഡിൽ നിന്നും ഷോളയാർ ഡാമിൻ്റെ വ്യൂ ആണിപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
വലിയ ഒരു ഡാമാണിത്. ഏകദേശം 66 മീറ്റർ ഉയരമുള്ളൊരു വലിയ ഡാം തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ ഡാം എന്ന് പറയുമ്പോൾ ഷോളയാർ ഡാം അപ്പർ ഷോളയാർ ഡാമുണ്ട്, ലോവർ ഷോളയാർ ഡാമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ലോവർ ഷോളയാർ ഡാമാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. എന്നാൽ അപ്പർ ഷോളയാർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. വാൽപ്പാറയും കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് അപ്പർ ഷോളയാർ ഡാം. ഇത് ചാലക്കുടി പുഴയാറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഷോളയാർ ഡാം. കേരളത്തിൻ്റെ അധീനതയിൽപ്പെട്ടതാണ്. ഇതും പ്രധാനമായും വൈദ്യുതോൽപാദനത്തിനും അതുപോലെ തന്നെ ജലസേചനത്തിനും ആവശ്യമായ കാര്യങ്ങൾക്കാണ് ഈ ഷോളയാർ ഡാം ഉപയോഗിക്കുന്നത്. വലിയൊരു ഡാം. അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മുകളിൽ നിന്നുള്ള അതിൻ്റെ വ്യൂ നമുക്ക് കാണാം. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഡാമിന് സമീപമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വളരെ സൗകര്യമുണ്ട്. അവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നടന്ന് ഡാമിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരാം. വാഹനങ്ങൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനമില്ല, നടന്ന് പോകാൻ പറ്റും. നടന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയും അതുപോലെ തന്നെ ഡാമിൻ്റെ മുൻഭാഗവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ വിസ്തൃതമായ ഒരു ഡാമെന്ന് പറയാം. അതായത് ഏകദേശം 8.25 കിലോമീറ്ററോളമാണ് ഇതിൻ്റെ ഒരു റിസർവോയർ എന്ന് പറയുന്നത്. ഈ ഷോളയാർ ഡാമിൻ്റെ വലിയ ഉയരത്തിൽ, ഏകദേശം 66 മീറ്റർ ഉയരത്തിൽ പണിതിരിക്കുന്ന ഒരു വലിയ ഡാം. ഇപ്പോൾ വെള്ളം കുറവാണ് എങ്കിൽ പോലും മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഡാം ഏകദേശം നിറഞ്ഞ് വരുന്നൊരു അവസ്ഥയുണ്ട്. പലപ്പോഴും ഈ ഡാം നിറയാറുണ്ട്. ഇപ്പോൾ ഡാമിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ട് നടന്ന് കയറി കൂടുതൽ കാഴ്ചകൾ കാണുകയാണ്. എല്ലാ അർത്ഥത്തിലും വളരെ വലിയൊരു മനോഹരമായൊരു ഡാം. ഒരുപാട് സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് ഇത് കാണാൻ. കേരളത്തിനും പുറത്തു നിന്നുള്ള ഒരുപാട് സഞ്ചാരികൾ. പശ്ചിമഘട്ടത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഡാമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോളയാർ ഡാം. ഇതിനോടനുബന്ധിച്ച് വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന വനമേഖലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷോളയാർ വനമേഖലയിൽ വളരെ അപൂർവങ്ങളായ വൃക്ഷങ്ങളും അതുപോലെ തന്നെ വളരെ അപൂർവങ്ങളായ ജീവജാലങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയെന്ന് നമുക്ക് പറയാം. ഷോളയാർ വനമേഖല അത് രാജ്യത്തിനകത്തും പുറത്തും വളരെ പ്രസിദ്ധമാണ്. അതേപ്പറ്റി പഠിക്കുന്നവർക്കൊക്കെ വളരെ ഒരുപാട് അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു പശ്ചിമഘട്ട വനമേഖലയോട് ചേർന്നാണ് നമ്മുടെ ഈ ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും വിനോദസഞ്ചാരികൾക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ പകർന്നു നൽകുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ വന്നാൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയും, ഇത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വനമേഖലയായതുകൊണ്ട് വളരെ തണുപ്പും അതുപോലെ തന്നെ കുളിർമയുള്ളൊരു കാലാവസ്ഥ. വെയിലിൻ്റെ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവപ്പെടാറില്ല. എപ്പോഴും വളരെ ഒരു തണുത്ത ശാന്തമായ അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സഞ്ചാരികൾ ഈ കാഴ്ചകൾ കാണാനും ഇവിടുത്തെ ഈ കാലാവസ്ഥ അനുഭവിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇതിൻ്റെ മുൻഭാഗത്ത് വളരെ മനോഹരമായൊരു ഉദ്യാനം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ആളുകൾക്ക്, സഞ്ചാരികൾക്ക് പോകാനുള്ള പാത്വേയും അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ രീതിയിലും വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല പൂന്തോട്ടം, അത് എപ്പോഴും നനച്ച് നല്ല പൂക്കളോട് കൂടിയ ചെടികളും അതുപോലെ ആളുകൾക്ക് ഇരിക്കുവാനും നടന്ന് കാഴ്ചകൾ കാണുവാനും ഒക്കെ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വളരെ ഒരു മനോഹരമായൊരു അനുഭൂതിയാണ് നമ്മളിലുണ്ടാക്കുന്നത്. ഇവിടെ വരെ നമുക്ക് ഡാമിന് പ്രവേശനമുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. നമുക്ക് സഞ്ചാരികൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ ഗേറ്റ് വെച്ച് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ഡാമുകളിലൊക്കെ അങ്ങേ കരയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എന്തോ സുരക്ഷാ കാരണങ്ങളാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഷട്ടറുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കുള്ള ആ പ്രവേശനമൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. സഞ്ചാരികൾ ഇവിടെ നിന്ന് മാത്രം ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ പോകാം. അപ്പം അങ്ങനെ നമ്മൾ വലിയ ഒരു ഡാം കണ്ടതിന് ശേഷം നമുക്ക്
ഇവിടെ നിന്ന് യാത്ര മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള യാത്രയിൽ നമുക്ക് നല്ലൊരു അനുഭൂതി കിട്ടുന്ന നല്ലൊരു സൗന്ദര്യമുള്ളൊരു കാഴ്ച കണ്ടു. നമ്മൾ വാൽപ്പാറയിലേക്കുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനിയും വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.